നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈജിപ്തിലല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫുൾ ടീമിനും കൊണ്ട് ചെക്കന്മാരെ കൂട്ടി നമ്മൾ ഇന്ന് മൊയൽ മന്തി വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ മൊയലിന് വാങ്ങാൻ പോവാണ്. ഓരോരുത്തരായിട്ട് റൂമിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. പോവല്ലേ, സെറ്റല്ലേ? അപ്പോൾ നമ്മൾ പോവാട്ടോ. കമാണ്. അപ്പോൾ നമ്മൾ ഒരു 3 മിനിറ്റ് നമുക്ക് നടക്കാണ്ട്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടാണ് പോയി വാങ്ങണം കേട്ടോ. ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചെന്ന പട്ടിട്ടോ. രാജകീയ ഉറക്കം. ഏതാ ഉറക്കം? ഉറങ്ങണ പട്ടിനെ ശല്യപ്പെടുത്തി പറഞ്ഞിട്ട് കേസ് വരും. ഏത് ഇതെന്തടുപ്പാ? അടുപ്പാണ്. മൂപ്പരുടെ നോട്ടം ഓൻ വെക്കണ വീഡിയോയില് കിട്ടൂല. ഈജിപ്ഷ്യൻസ് എന്താ നമ്മളെടുക്കാത്തത്? 2 മൊയലിന് വാങ്ങാനാണ് ഇത്രയും ആൾക്കാർ പോകണം കേട്ടോ. എന്താ അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ കൂടെ കാസർഗോഡ് ഇച്ചുണ്ട്. പേര് മാറ്റിയാളെ ഈ ചായച്ചാക്കന്നെ ഇഷ്ടാണ്. കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും വരുന്നുണ്ട്. എന്ത് ബേ മൊയല്, പ്രാവ്, അങ്ങോട്ടൊക്കെയാണ് മൊയല്, പ്രാവ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ മൊയല് ഏത് മൊയൽ നമ്മൾ എടുക്കണേ? അല്ല, ഏത് മൊയലിന് ഇറച്ചി ടേസ്റ്റ് ഉണ്ടാവുക? ഒന്ന് ഈ മൊയലിനെടുക്കാം. സംഭവം നമുക്ക് സങ്കടം ഉണ്ട്, പക്ഷെ എന്നാലും ഇതാക്കാം. ഇങ്ങനെ പിടിക്ക. ഓ, പിടുത്തത്തിന് നാക്കുണ്ട്. എന്നാ എടുത്തോളി ബോസ്. 2 എടുക്കാന്ന് എങ്ങനെ പറയാ? ബോസ് ഹാത്തിസ്നെ. ഓ, ശരിയായി. ഇവിടെ വന്നിട്ട് ഞാൻ അഡിക്റ്റ് ആയ ഒരു സാധനം ഉണ്ടത്. അതായത് കിഡിലെ കരിമ്പൂസ്. അത് പാല് കുടിക്കണ അരി. അത് നമ്മുടെ നാട്ടിലെ കരിമ്പൂസിന്റെ ടേസ്റ്റ് അല്ല. നാടിനെക്കാട് നല്ല മധുരമുണ്ട്. ഭയങ്കര ടേസ്റ്റ് ഇല്ല കരിമ്പൂസ്. ഞാൻ ആടുക. ഹിന്ദി എന്താ പറയണേ? എന്താ പറയണേ? കൊത്തു. ആ, കുഴപ്പമില്ല, ഞാനും വളർത്തിന് പണ്ട്. ഞാനും വളർത്തിന് കുറെ ബോസേ. പ്രശ്നമല്ല, പ്രാവല്ലേ. കൊത്തിയാലും പേറിപ്പോ എത്ര കൊത്തും എനിക്കറിയാം. മനസ്സിലായില്ലേ? ശുക്രൻ ഹബീബി, ശുക്രൻ. ലാസ്റ്റ് അല്ലേ പറയണ്ടേ? അത് നമ്മൾ പഠിച്ചു വെച്ചിക്കണ്. ക്ഷമിക്കാനെന്ന് പറയണ്ടേ? മാലിഷ്. ആ മൊയലിനെ പറത്തപ്പോ ഈ മൊയലിന്റെ പ്രശ്നം എന്താ? മൊയലിന് അറക്കമായിട്ടൊക്കെ ഒരു കരച്ചിലുണ്ട്. അത് ഭയങ്കര സങ്കടമാണ്. ശരീരം നമുക്ക് തിന്നാക്കാനും വയ്യ. ആ, അതാണ്. അപ്പൊ കോഴിക്കളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ കോഴിന്നില്ലേ. പാവം തോന്നുന്നു. അതാണ് മൊയലാകുമ്പോ ഒന്നുകൂടി സങ്കടമാണ് നമുക്ക്. ആ, ഓൾറെഡി അതാണ്. കോഴിയാണെങ്കിൽ കൊത്തുന്നെങ്കിലും ആലോചിച്ച, പക്ഷെ മൊയലിന് നമ്മൾ എന്തായാലും പാവാണ്. അപ്പൊ ഗൈസ്, നമ്മളെ മൊയലിറച്ചി ഇത് അവിടെ റെഡിയാണ്. ഓ, ഇതിവിടെ കീറി. മൊയലിറച്ചി റെഡി കേട്ടോ. അപ്പൊ നമ്മള് മൊയലിറച്ചി കൊണ്ട് പോവാണ്. ബൈ ഗൈസ്, ബൈ. മതി മതി മതി.
മുതലാക്കണല്ലേ സജി? ആ അപ്പോൾ കഴിച്ച് നമ്മൾ മുയലിറച്ചിയൊക്കെ വാങ്ങിയാണ്ട് പോട്ടെ, റൂമിൽ പോകണേ. ഇനി നമ്മളെ കുക്കിങ് സത്യം പറഞ്ഞാൽ ആർക്കും കുക്ക് ചെയ്യാനൊന്നും അറിയില്ല. ടോപ്പ് ആയിക്കണ്ട് മുയലൊക്കെ വാങ്ങിക്കണം എല്ലാവരും. എടാ എല്ലാവരും വരി ആ കട്ട് ചെയ്തോ, കുഴപ്പമില്ല. അറബിൽ എന്താ പറയാ? ഇസ്നാൻ കിലോ ബസൽ. അറബി പറഞ്ഞു ബോസ് ഇസ്നാൻ കിലോ ബസൽ. ഓ ഭാഗ്യത്തിന് ശരിയായി. ഇത് 2 രൂപയാണല്ലേ? ഇതൊക്കെ നല്ലതന്നെ കയറല്ലേ? വെളിച്ചണ്ടോ? കറക്കണോ? മതിയോ? സലാമലൈക്കും. ശുക്രൻ ഹബീബി, ശുക്രൻ ശുക്രൻ. കുല്ലു ആമൻ ബിഖൈർ. ബോസേ പാകിസ്ഥാനാണ് നമ്മൾ ഇങ്ങോട്ട് ആക്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തിരിച്ചങ്ങോട്ട് അടിക്കുന്നു. അല്ല നമുക്കൊന്നും ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ല. പറഞ്ഞോടക്കി ബോസ് غير مسلمين هم قتلوا غير مسلمين اذا تعمل هكذا يكون مشكله كبيره في الحد برضه. ഇത് പറഞ്ഞോടക്കി 1971 ശേഷം നമ്മൾ അങ്ങോട്ട് പോയി ഇതുവരെ ആക്രമിച്ചിട്ടില്ല. നമ്മൾ എങ്ങോട്ട് ആക്രമിച്ചില്ല നമ്മൾ തിരിച്ചാക്രമിക്കണം. بعد سنه 71 بعد هذا العام احنا ضربنا اي حاجه هم عمل كثير بعدين كثير مشكلات بينكم وبين بعض. طب ولا هتتحل ازاي ديت الاخر بتاعها؟ مش عارف. അല്ലാതെ നമുക്ക് പാകിസ്ഥാനെ പോയി ആക്രമിക്കണം ഒരാഗ്രഹമല്ല അല്ലേ? ഇങ്ങോട്ട് ആക്രമിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? സംഭവങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷേ അമ്രുല്ലദീ കുന്തു വാനം. നാം നാം സലാം അലൈക്കും. ലാസ്റ്റ് മമ്മൂട്ടിയാണ് നമ്മളെ രക്ഷ. ഒന്നുമില്ലെങ്കിൽ ഓന്താ പറഞ്ഞു ഇസ്ക ഇനി പറഞ്ഞില്ല. അപ്പൊ എല്ലാം അറിയണ പോലെ നിന്നു. കേട്ടില്ല. വാഹനത്ത് പോകുമ്പോൾ ചെല്ലണേ ദിക്കറ് ഇതില് ലിഫ്റ്റ് കയറുമ്പോഴും ഇവിടെ എന്താവും പ്ലേ ഔട്ടോ. ഈജിപ്തിൽ മാത്രമല്ലാണോ അതോ എല്ലാ അറബിലും ഉണ്ടാവല്ലേ? കമൻറ്റ് ചെയ്യുക, അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടു എല്ലാ അറബ് രാജ്യങ്ങളിലും ഉണ്ടോ അല്ലേ നമുക്കറിയില്ല. അപ്പോൾ അറിയണവർ പറയട്ടോ ഗായ്സ്. അപ്പോൾ നമ്മളെ മൊയൽ ബിരിയാണി ഉണ്ടാക്കാം അല്ലേ? ഉള്ളിയൊക്കെ ചെക്കന്മാർ ഇതാ തൊളിച്ച് വെച്ചിരിക്കണം കേട്ടോ. ഉള്ളി നമ്മളെല്ലാവരും ചെക്കന്മാർ പറഞ്ഞാൽ പറ്റില്ല, നമ്മളെല്ലാവരും എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളും ഇരിക്കണം. തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ളൂ, സെറ്റപ്പൊക്കെ വെച്ചിരിക്കണം. അപ്പോൾ ഇവിടെ ട്രിപ്പോ അല്ല വൺ പ്ലാൻ അടക്കാം കേട്ടോ. എല്ലാവരും കൂടെ അങ്ങോട്ട് ട്രിപ്പ് പറഞ്ഞാണ്ട് ഗായ്സ് എന്തായി ട്രിപ്പ് എന്തായി? എല്ലാ ട്രിപ്പിന് പോലെ തന്നെ പ്ലാനിങ് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ഇത് വർക്കൗട്ട് ആകുമല്ലേ എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. കാര്യമായിട്ട് നിന്ന് ചർച്ച 1/2 മണിക്കൂറായി ചർച്ച. ഇന്ന് രാത്രി പോകും. പോക്ക് എന്തായാലും ഒന്ന് പോകും. അപ്പൊ പോക്ക് രാത്രി കൺഫേം ആയിക്കണ്. ഞങ്ങട്ടാണ് എന്താണ് അപ്പൊ നമ്മൾ ട്രിപ്പിന്റെ പ്ലാൻ എടുക്കാം കേട്ടോ. മൊയ്സ്ക എന്തായി?
അറിയത്തില്ല ഒരു ദിവസം നല്ല 2 ദിവസത്തെ പ്ലാൻ ആക്കി. 2 ദിവസം ആക്കിയോ? ഓക്കെ ആയിക്കോട്ടെ എന്തേ ഞാനേ ഫസ്റ്റ് എത്താം. കാണാം. ഇതേപോലെയാണ് എന്നോട് ഇത് പറഞ്ഞത്, പിരമിഡ് പറഞ്ഞത്. അല്ല എനിക്ക് ഇത് മനസ്സിലായി. അല്ല സുഹൃത്തുക്കളെ ഞാൻ പറയട്ടെ എന്നോട് പറഞ്ഞു 7 കിലോമീറ്റർ അങ്ങോട്ട് 7 കിലോമീറ്റർ അങ്ങോട്ടും അല്ലേ? അല്ല തുരിസീന മല കയറാന്. ഓക്കെ അതൊക്കെ നമ്മൾ പുഷ്പം പോലെ കയറും. എന്നോട് പിരമിഡ് എന്ന് പറഞ്ഞാലോ ഇത് കയറുക. അപ്പൊ ഞങ്ങൾ ചായ കുടിച്ചാൽ അവിടെ പോയി ഇരിക്കാന്നൊക്കെ പറഞ്ഞേ. ഓല് ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ ആയപ്പോത്തിന് ഞാൻ കേറി ഇറങ്ങിയ പോലെ എടുത്തത്. സംഭവം ഞാൻ ഓടി കയറിയെന്ന്. കേറാ നമ്മള് സ്പോർട്സ്മാൻ എനിക്ക് മനസ്സിലായി. ഷർട്ട് പാന്റ് പറ്റൂല. അപ്പൊ സുഹൃത്തുക്കളെ ഇവിടെ റൂമിൽ ചില നിയമങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലെ നടത്തുന്ന നിയമങ്ങൾ നമ്മൾ പാലിക്കണമല്ലോ. അപ്പൊ റൂമിലത്തെ നിയമം നമ്മൾ പാലിക്കാൻ പോവാണ്. അപ്പൊ കുക്കിംഗ് ആയതുകൊണ്ട് കള്ളിത്തൂര് എടുക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ നമ്മൾ കള്ളിത്തൂര് എടുക്കാൻ റെഡിയാണ്. അപ്പൊ നമ്മൾ പോയി കോസ്റ്റ്യൂം മാറ്റി കേട്ടോ. പോരാ മൈക്കിന്റെ അടുത്തുണ്ട്. അപ്പൊ ഗായ്സ് നമ്മളിതാ കോസ്റ്റ്യൂം മാറ്റി. അത് ഓല് തന്ന കോസ്റ്റ്യൂമാണ്, ഓല റൂമിൽ നിന്നാണ്. അപ്പൊ ഓല് ഈ കോസ്റ്റ്യൂം ഇട്ടാലേ പരിപാടി നടക്കുള്ളൂ പറഞ്ഞു. അപ്പൊ നമ്മള് ആക്കണേ നമ്മളെ അമീർ അവിടെ ഉണ്ട്. അമീർ പണി തുടങ്ങി. അങ്ങനെയല്ലേ ആദ്യം സെന്റർ കൊടുക്കണ്ടേ? എന്നിട്ട് ഇങ്ങനെ വെക്കാം. ചെറുതായിട്ട് ഇല്ല അത് എടുക്കാനൊന്നുമില്ല. എന്താ വെച്ചാൽ ചെറുതായിട്ട് മൂർച്ചയില്ലാത്ത കത്തിയാണ്. എനിക്ക് മനസ്സിലായി. ചെറുതായിട്ട് തൊലി ഒന്നും ഇതായിട്ടുള്ളൂ. എല്ലാരും ചുറ്റും ഡോക്ടർമാരാണ്. നമ്മൾ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ അല്ലേ? ഇല്ല ഇത് ചെറിയ മുറി പ്രൊഫഷണൽ ആള് മുറിച്ചത്. ഞാൻ വല്ല ഇതോ ക്യാരറ്റോ അങ്ങനെ വല്ല മുറിക്കാം. ചെറിയ മുറി മൂർച്ചയില്ലാത്ത കത്തിയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതിനെ കയ്യാണ് മുറിഞ്ഞ് ചോര ഉണ്ട്. ശുഭലക്ഷണം. എടാ ഇത് വെക്കാനൊന്നുമില്ല. ഇങ്ങോട്ട് നോക്കിയാ അതെന്താ ബെറ്റാടിനോ? ഓ അത് സീനാണ്. എല്ലാരും ഡോക്ടർമാരാട്ടോ. എന്താ കാട്ടണമെന്ന് അറിയില്ല. എല്ലാരും പെരക്കം പോയാ ഉപകാരമുണ്ട്. ഗൈസ് ഇവരെ നാട്ടുകാർ കാണണമെങ്കിൽ കമന്റ് ഇട്ടോ. നാട്ടുകാരോ കുടുംബക്കാരോ ഡോക്ടർമാരെ അയക്കുന്നുണ്ട് ചെക്കന്മാര്. അതായത് ചെറിയ കത്തി ഉണ്ടാലൊക്കെ ചികിത്സക്ക് അവർക്കറിയാം. അതെ അതായത് ഇപ്പൊ ഫസ്റ്റ് ഇയറേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്താ വെച്ചാ മുറി കെട്ടല്ല പഠിത്തപ്പോ പഠിച്ചിട്ടുള്ളൂ. ഇനി അതേമാതിരി പിന്നെ പനി തേർഡ് ഇയർ ആണ്. ഓക്കെ അത് ഓരോ ഇയറിനാണല്ലോ ഓരോന്ന് പഠിക്കുക. അപ്പൊ ഓല് ഓരോ ഘട്ടഘട്ടമായി പഠിച്ചു തരാം. നിങ്ങൾ പഠിച്ചോളി. അല്ല നിങ്ങൾ മുറിച്ചോളി. അല്ല ഞാൻ ഇനി ഇതാക്കാം. ക്യാരറ്റ് ഇറങ്ങിയ തുരിസീന പർവ്വതത്തിലേക്കാണ് നമ്മളെ ഇന്നത്തെ യാത്ര പോകുന്നത്. നൈറ്റ് പോകല്ലേ? അതായത് നമ്മൾ സുബൈക്ക് മലമ്പ കയറണമെന്നാണ് വിചാരിക്കണത്. അതായത് നമുക്കൊരു 7 കിലോമീറ്റർ കയറണ്ട് അല്ലേ? 7 കിലോമീറ്റർ അപ്പും 7 കിലോമീറ്റർ ഡൗണും കയറാണ്ട്. അതായത് നമ്മൾ ഫുൾ ഓണാണ് കേട്ടോ. ഇപ്പം ഞാൻ അപ്പം എങ്ങനെ ഉണ്ടാവുന്നില്ല നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. തണുപ്പുണ്ടാവുന്നല്ലേ പറഞ്ഞേ? കയറും ഉണ്ടാവില്ല. എന്നാലും ഒരു മീഡിയങ്ങളെ പറ്റിയാണെങ്കിൽ ആ സിമ്പിളായിട്ട് കയറും. പക്ഷെ വെയിൽ ചൂടാകുമ്പോൾ നമുക്ക് താഴത്തേക്ക് എത്താം. സൺറൈസ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇറങ്ങാലോ. അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് ഇത് ചലഞ്ചാട്ടോ. അപ്പൊ എല്ലാരും പറയണേ ഞാൻ നാവ് പുറത്തേക്ക് ഇരിക്കും എന്നൊക്കെയാണ് പറയണത്. അപ്പൊ നമുക്ക് നോക്കാം നാവ് പുറത്തേക്ക് ഇരിക്കൂല എന്നുള്ളത്. അപ്പൊ നമ്മള് ഇന്ന് രാത്രി എന്തായാലും നമ്മള് പോകാനുള്ള പ്ലാനാണ്. എല്ലാരും കേറുന്നതിന് മുമ്പ് ആ മലന്റെ മേലെ ബാസിലുണ്ടാവും.
ഉണ്ടാവും ഉറപ്പ് സംശയമില്ല. ഇല്ലെങ്കിലെന്ത് അതാണ് ചോദ്യം. ഇല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം എന്റെ വക. അടുക്കളയിൽ തകൃതിയായ പണികൾ നടന്നുകൊണ്ടിരിക്കണേ. എന്തൊക്കെയായി നമ്മളെ മുയലോടെ? ഓ നമ്മളെ മുയലിറച്ചി ഇവിടെ റെഡി ആയി നിൽക്കാട്ടോ. എന്തൊരു മഞ്ഞ കളർ, മഞ്ഞപ്പൊടി ഇട്ട് കഴുകി വൈകുന്നേരം ഉമ്മയൊക്കെ കൊടുത്ത് താലോലിച്ച മുയല് ഇപ്പതാ ചട്ടി കിടക്കണേ. പക്ഷെ അറക്കണ കണ്ടിക്കണെങ്കിൽ ഞാൻ തിന്നൂല കേട്ടോ. അതായത് മുയലിനെ അറക്കണ കണ്ട ഭയങ്കര സങ്കടമാണ്, വേറെയുള്ള പോലെയല്ല. അപ്പൊ എല്ലാവരും ഡോക്ടർമാരുണ്ട്. ഫറാൻ്റെ ഐഡിയ ആണോ മഞ്ഞപ്പൊടി ഇട്ട് കഴിക്കാല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇത്രയും മലപ്പുറംകാരിയും കോഴിക്കോട്ടുകാരെ കടിയിലുള്ള ഒരു പത്തനംതിട്ടക്കാരനാ കേട്ടോ. അതെ, തെക്ക് ഭാഗത്തുനിന്ന് ഒരാള്. അപ്പൊ നമ്മൾ അടുക്കള കേട്ടോ. കുക്കിങ്ങിന്റെ മെയിൻ ആരാണ്? മലപ്പുറക്കാരൊക്കെ ഉണ്ടാകുമ്പോ എങ്ങനെയാ നമ്മൾ കുക്ക് ചെയ്യാന്നല്ലേ? എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയാം, പ്രേക്ഷകർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനോ? ഞാൻ എന്താ നാട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല. അതായത് ഇവിടെ ഉള്ള 4 പൊടികളാണ്. ആ പൊടികൾ എല്ലാം നമ്മൾ കുറച്ച് ചെട്ടുകള് കിട്ടാള്ളൂ. ഇവിടെ അവൈലബിൾ ആയില്ല, ഒരു പൊടി ഇടാൻ ബാക്കിയില്ല, എല്ലാം നമ്മൾ കുറച്ച് ചെട്ടുകണ്ടോ. ഓ ഐസ് വേണ്ട പുത്തേ. സോറി, ഇത് എന്തരിയാണ്? എന്തരിയാണ് പറയാനേ? എനിക്ക് അങ്ങനെ അറിയില്ല. ജീരകശാല അരിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കണം കേട്ടോ ചോറിന്. ഇത് നമ്മൾ നാട്ടിൽ നിന്നുണ്ടെന്നാ ആരുടെ ഈ ഒന്നും പോടുന്നോ? ഓ ഇവിടെ പെരുന്തൽമണ്ണക്കാരൻ. അതായത് നാട്ടിൽ നിന്ന് വരുന്ന പോലൊക്കെ 10 കിലോ അരി ഉണ്ട്. അതാണ് റൂമിന്റെ വേറൊരു റൂള്. തുണിയും ഡ്രസ്സും മാറ്റണം പറഞ്ഞാൽ മറ്റൊരു റൂളാണ്. നാട്ടിൽ നിന്ന് പോയിരുന്നതിലൊക്കെ മിനിമം 10 കിലോ അരി കൊണ്ടുവരിക. ബിരിയാണി അരിയോ എന്തെങ്കിലുമൊക്കെ ബിരിയാണി അതായത് 8 പേര് 10 കിലോ വെച്ച് 80 കിലോ ഒരു ചാക്ക അരിയാണ് സുഹൃത്തുക്കളെ. നമ്മള് സാധനം എത്ര അല്ലെങ്കിൽ ആ വരുന്നതൊക്കെ ഇവിടെ കാലുത്താൻ പറ്റില്ല. അതാണ് റൂമിന്റെ മറ്റൊരു നിയമം. അപ്പൊ നമ്മള് ബിരിയാണി ഉണ്ടാക്കട്ടോ. ബിരിയാണി അരി ഇടാൻ പോവാണ്. ഓ ആ ഇഡലുണ്ടായിരുന്നു പറഞ്ഞ പരിപാടി അറിയാട്ടോ മുത്തേ. ആ ഇഡൽമുണ്ട്, അതിൻ്റെ ഒരു ഇതുണ്ട്, ഒരു സംഭവം ഉണ്ട് അതിൽ. ഇതൊരു വടിച്ചൊരു ഇടലൊക്കെ ഉണ്ട്, അത് നോക്കട്ടെ നമ്മള്. ഫ്രിഡ്ജ് വർക്ക് ചെയ്യുമല്ലോ. ലൈറ്റ് ഒന്നും കത്തൂല അതിൻ്റെ ഉള്ളിൽ, അത് നോക്കണ്ട. സംഭവം വർക്കിംഗ് ആണ്, തണുക്കുണ്ട്. ഓ 2 ഫ്രിഡ്ജ് സുഹൃത്തുക്കളെ, ലക്ഷറിയസ് ലൈഫാണ്. അതായത് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഷൂ വെക്കാനാക്കിയാണ് നമുക്ക് കണ്ടോ. അതിന്റെ റാക്കാണ് വെച്ചിക്കണേ. അപ്പോ 2 ഫ്രിഡ്ജ്. ഇത് ഷൂ വെക്കാനുള്ള ഫ്രിഡ്ജ്, ഇതിലാണ് സാധനങ്ങൾ വെക്കുന്ന ഫ്രിഡ്ജ് കേട്ടോ. കണ്ടിട്ട് ഇത് ഷൂ വെക്കാനും അത് സാധനങ്ങൾ വെക്കാനും ആക്കണ നല്ലത്. ഇത് നോക്കിങ്ങള്, ഇതിനേക്കാളും വൃത്തിയായുണ്ട്. ഒന്ന് മാറിക്കണി. അടി എങ്ങനെ നോക്കട്ടെ? അടി വലിയ കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇനി ഇത് സാധനം വെക്കണ പിടിച്ചിട്ടോ, ഇനി ഷൂ വെക്കണ പിടിച്ചാണ് സാറേ. ഓ ഇവിടെ നോക്കി സുഹൃത്തുക്കളെ, ഇത് കാണുന്ന ആൾക്കാർ ഇതിനിടയിൽ കമന്റ് ഇടണം. ഏതാണ് ഷൂ വെക്കാനാക്കേണ്ടത്, ഏതാണ് ഉപയോഗിക്കാനാക്കേണ്ടത് കേട്ടോ. വേസ്റ്റ് തള്ളാത്ത വേസ്റ്റ്. തൈരിട. പിന്നെ കിച്ചണിന്റെ ഉള്ളിൽ തന്നെ ഒരു പെർഫ്യൂമിന്റെ സ്മെല്ലും ഉണ്ട്. ഇത് യോഗട്ടല്ലേ, ഒറിജിനൽ. അടിപൊളി. പുട്ടുകുറ്റി പുട്ടുണ്ടാക്കലുണ്ടോ? ഉണ്ടോ? മുക്കലി എല്ലാ പ്രശ്നങ്ങളാണല്ലോ സുഹൃത്തുക്കളെ. ഇത് അറ്റാച്ച്ഡ് അല്ലല്ലേ? ഞാനേ ഇത് അറ്റാച്ച്ഡ് ആയിരുന്നു. ഇങ്ങനെ അടിയത്തെ സാധനം പോയി. സംഭവം എനിക്കറിയാതൊക്കെ. പിന്നെ വെച്ചാല് ഇവർക്ക് അറിയാൻ നമുക്ക് ടെസ്റ്റ് ചെയ്യണല്ലോ. നമ്മളറിയാതെ ഒരു പൊട്ടന്മാരെ ആവുക. ഏത്
വീട്ടിൽ നിന്ന് പിന്നെ പത്തിരി ഉണ്ടാക്കി. ഇല്ല പിന്നെ പറഞ്ഞ ഈ വൈക്ക് ഞാൻ വരരുതാണ്. അതിനുശേഷം നമ്മൾ പിന്നെ പോയില്ല. ഇത് നമ്മളിങ്ങനെ ചൂടാക്കണ്ടേ സുഹൃത്തുക്കളെ? ഇതിൽ നമ്മള് അത് ആരും കാണാതെ ഫറാൻ ഉണ്ടടിക്കണേ. ഇതിലൊരു ഇതൊക്കെ കൊണ്ടുവന്നിട്ടിക്കണേ. ഞാൻ നമ്മൾ കണ്ടുപിടിച്ചിക്കണേ. ഇതാ കരിവേപ്പിന്റെ ഇത് കറിവേപ്പ് അല്ല കറിവേപ്പല്ല കറുകാപ്പട്ട എന്നെയാണ് അതിനും കറുകാപ്പട്ട എന്നല്ല പറയാ. ആണേ അത് കാണുന്നത് പറയട്ടെ. അങ്ങനെയാണ് തോന്നുന്നുണ്ട്. കറുകാപ്പട്ടന്നെയാണ് തോന്നുന്നത് കേട്ടോ. ഗ്ലാസ് അതായത് ഗ്ലാസ്സിന് വെള്ളത്തിന് കണക്കുണ്ട് അല്ലേ? ഇത്ര ചോർക്ക് ഇത്ര ഗ്ലാസ് വെള്ളം വരുന്ന ആരാ പറഞ്ഞത്? മറന്നാ ഇടക്കിടക്ക് ഓരോരുത്തര് എല്ലാം ഇവിടുന്ന് വൈകുന്നേരം പെരീക്ക് പോകാൻ വിളിച്ചിട്ടുണ്ട്. ഇമ്മ ഇവിടെ എത്തിക്കണെങ്കിൽ എന്താ കാട്ടേണ്ടത്? ഏകദേശം ഇതുവരെ കഴിക്കണേ. ഞങ്ങളാണെങ്കിൽ ഒരു ആവശ്യപ്പുറത്ത് ബിരിയാണി ഒക്കെ വെച്ചാൽ പറഞ്ഞു ചെയ്ത് വെല്ല പോയി കണ്ട എന്തൊക്കെ അടുക്കളയിൽ പേരും തിരക്ക്. ഇത് എന്നാ ഷെഫിന് നമ്മള് കൈമാറണേ. ഇതൊക്കെ നമ്മള് ചിക്കൻ ഇടണ്ടേ? അല്ല ഇതുണ്ടേ മുയലിടണ്ടേ? ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും എല്ലാം തികച്ചും സാങ്കല്പികം മാത്രം. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. കൊച്ചുകുട്ടികളും ഗർഭിണികളും ഒന്നും ഇത് വീട്ടിലെന്ത് ചെയ്യരുത്, അനുകരിക്കരുത്. ഇത്രയാണ് നമ്മൾ തരുന്ന വാണിങ്. മുയിസ്ക അങ്ങളമ്മരുത്തുണ്ടാവും. പെരിയിൽ വന്ന ഒരു കരിയാപ്പിൻ്റെ കൂടി പറിച്ചാത്ത നിങ്ങളാണ് ഇവിടെ ഒന്ന് വേണ്ട മൊയൽ മന്തിയൊക്കെ ഉണ്ടാക്കണത്. ഒന്നും അളക്കാണേ. അളക്കണ ഞാൻ അളക്കാം. മൊയൽ മന്തി അല്ല സോറി മൊയൽ ബിരിയാണി. ഉറക്കം പണിയൊക്കെ മാറാണ്. ഇത് നെയ്ച്ചോറും ഇതും പൊള്ളിക്കും. ഇളക്കണോ? മസാല എല്ലാം എടുത്തായില്ലേ? സെറ്റല്ലേ? അടച്ചോളി. അപ്പൊ നമ്മളിനി എന്താ മെയിൻ പണ്ടാരികൾ അങ്ങനെയാണ്. മെയിൻ പണ്ടാരികൾ ഉണ്ടല്ലോ കല്യാണ പരിയിലൊക്കെ ലാസ്റ്റ് ഓല് വന്നിട്ട് ഒരു സാധനം ഇട്ടു അയിമ ബിരിയാണി തന്നാവും. അതേപോലെ നമ്മൾ ലാസ്റ്റ് വന്നാണ്ട് ഒരു പൊടിക്കായി പരിപാടികളുണ്ട്. ഇനി നമ്മള് ഇതായിട്ട് റെഡി ആയിട്ട് നമ്മള് ടേബിളിൽ കൊണ്ടുപോയി വെക്കണം കാണിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ആക്കി. നമുക്കിന്ന് ഈജിപ്തിൽ വന്നിട്ട് കുറെ കുട്ടികളെ നമ്മളെ കാണാൻ വന്നീന്. അപ്പോലെ നമുക്ക് തന്നതാ തിരിച്ചാ പിടിച്ചേ ബാസിൽ നഷ്വ എന്നൊക്കെ എഴുതിയാണ്ട്. നമുക്ക് ഏത് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികളാണ്? ആർട്ടിസ്റ്റിക് പേജ്. ഇതാ കുട്ടീന്റെ പേജാട്ടോ ആർട്ടിസ്റ്റിക് പേജ്. കാലിഗ്രഫി ഒക്കെ ചെയ്യണതാണ്. ഒരു നമുക്ക് സ്വീറ്റ്സും തന്നിട്ടോ. ഒരുപാട് സന്തോഷം. അതായത് നമ്മൾ വേറൊരു നാട്ടിൽ വരുമ്പം ആ നാട്ടിൽ നമ്മളെ മലയാളികളായുള്ള നമ്മളെ കുട്ടികൾ പിന്നെ നമുക്ക് ഇങ്ങനത്തെ സ്നേഹോപകാരങ്ങളൊക്കെ തരുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതേപോലെ തന്നെ പേരുട്ടോ. അതായത് നമ്മൾ ഉച്ച മുതൽ ഇവരെ നമ്മളെപ്പം ഉണ്ട് ചെക്കന്മാര്. എനിക്ക് അവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. സ്വീറ്റ്സ്. അതേപോലെ ഇന്ന് രാവിലെ കൈറോ യൂണിവേഴ്സിറ്റിത്തെ കുട്ടികളും വന്നു. 3 കുട്ടികളും വന്നു. ഓരോ നമുക്ക് ഇതേപോലെ ഇത് അവിടെ തന്നെ ഉണ്ട്. അല്ല അതോ അടച്ചേക്ക് പെട്ടി അടച്ചേക്ക്. പെട്ടിതൊക്കെ കഴിക്കണ്. എന്നാലും എന്താ 80% ഷുഗർ ഫ്രീ ആയിട്ടുള്ള സാധനം. അതാ ഓല് എന്നാണ് ഇതും അതില് ഇത് അൺബോക്സ് ചെയ്യല്ലേ നമ്മള്. കാരണം സ്വീറ്റ്സ് ആയതുകൊണ്ട് നാട്ടിൽ കൊണ്ടുപോകാൻ കഴിയില്ല കുട്ടികളെ. അതുകൊണ്ടാണ് നമ്മളിത് ഇവിടുന്ന് പൊട്ടിക്കണത്. ഞമ്മക്കും സന്തോഷം, രണ്ടുപേർക്കും സന്തോഷം അല്ലേ? അപ്പൊ പ്ലാൻ മാറ്റി. അപ്പൊ സുഹൃത്തുക്കളെ ഇതിന്റെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയാണ്ട് അതായത് ഇത് ഒരു തന്ന ഗിഫ്റ്റ് ഇതൊക്കെ നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ഐറ്റംസ് ആണ്. അപ്പൊ ഇത് കൊണ്ടുപോകാൻ പറ്റുന്ന ഐറ്റം ആയതുകൊണ്ട് ഇതിന്റെ സ്വന്തം പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു, സമർപ്പിക്കുന്നു. അപ്പോൾ ഒക്കെ വേണ്ടി ഞാൻ എടുത്തു കേട്ടോ.
അപ്പൊ ഇത് നമ്മളെല്ലാവരും ചെയ്യും. ഇതെന്താണ് ഈ ചോക്ലേറ്റാ? ആ ഓക്കെ ഓക്കെ. ഇതാ പോക്ക് കൊണ്ടേ കൊടുക്കാം. എല്ലാരും എടുക്കുക. ക്യാമറമാൻ എടുക്കാൻ ഗ്യാപ്പ് ഇട്ടില്ല. വേറെ ഒരു കൈ കൊണ്ട് പിടിച്ചാണ്ട് എടുത്തോ. എല്ലാം ഉണ്ട്, എല്ലാം മിക്സഡാണ്. ഇല്ലേ എല്ലാം ഒന്നിനൊന്നിന് മെച്ചം. അപ്പൊ തന്ന കുട്ടികളോട് നമ്മളെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഒരുപാട് ഒരുപാട് നന്ദി നമ്മൾ അറിയിക്കുന്നു. ഇതാ എല്ലാരും നന്ദി ഹറാണി. ആ മുയിസ്ക ഓൾക്ക് വേണ്ടി ദുആയോ? ഓരെല്ലാ സതുദ്ദേശങ്ങളും പടച്ചോ നടത്തി കൊടുക്കട്ടെ. എല്ലാവർക്കും എല്ലാ ആഗ്രഹങ്ങളും പോലെ തിന്നോൽക്കും. സുഹൃത്തുക്കളെ, വിവാഹം കഴിയാത്ത ഒരുപാട് യുവാക്കളാണ് എന്റെ ചുറ്റും നിൽക്കുന്നത്. എല്ലാവർക്കും നല്ല സോലിയത്തായ പെൺകുട്ടികളെ കൊടുത്ത് അനുഗ്രഹിക്കുന്നത്. അവിടെ അമീന്റെ അച്ഛൻ കൂടി, മറ്റിനൊക്കെ ചെറിയ അമീനേന്. അത് പറഞ്ഞപ്പോ അമീൻ അച്ഛൻ കൂടി. പള്ളിക്ക് വെല്ലേജ് മൂലം ഇത് പറയുമ്പോ ഒച്ച ബാക്കിൽ നിന്നാണ്. അതുവരെ എല്ലാത്തിനും അമീൻ അമീൻ ചെറിയ സൗണ്ട് കേൾക്കാറാം മൂലര് പ്രാർത്ഥിക്കണേനൊക്കെ. പക്ഷെ ഇതൊരു പറയും മൂലര് നാട്ടിലെ വിവാഹം അന്വേഷിക്കുന്ന ഒരുപാട് യുവാക്കൾ അല്ലാ ഒരുക്കൊക്കെ നല്ല സോലിയത്തായ പെൺമക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണ അറിയുമോ? ബാക്കിൽ നിന്ന് ഉറങ്ങണേ കാണാൻ നീച്ചെടുക്കണേ ചെറിയ ചെക്കന്മാരെ. അതേപോലെ അതിന് പറയുമ്പോൾ എല്ലാവരും ഓണായി, ഫുൾ ഓണ്. അപ്പൊ സുഹൃത്തുക്കളെ, എന്തായാലും നല്ല ഇതാണ് നമുക്ക് ഒരു ഗിഫ്റ്റുകൾ നമുക്ക് തന്നിക്കണത്. കഴിയാനായി തന്ന ഗിഫ്റ്റ് നിമിഷം കൊണ്ട് കഴിയാനായി. അപ്പൊ എന്താ വെച്ചാൽ ഒരുപാട് സന്തോഷം കേട്ടോ. നമ്മള് ഈ നാട്ടിൽ നിന്നപ്പോൾ നമ്മളെ നല്ല രീതിയിൽ വെൽക്കം ചെയ്തു. നമ്മളെ സന്തോഷം. നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങൾ അന്വേഷിച്ചു. പെണ്ണുങ്ങളെ എവിടെ ചോദിച്ച്. അപ്പോൾ ഓളെ കൊണ്ടുവരാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് ഓളെയും കൂട്ടി നമ്മൾ ഒരു ദിവസം അങ്ങോട്ട് വരും. അധികം വൈകാതെ തന്നെ ഓളെ ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് കാണിച്ചെടുക്കണമെന്നില്ല. അതായത് ഈജിപ്ത് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ ഇവരോടൊക്കെ പറഞ്ഞിട്ടോ, അത് എനിക്ക് മാനസികപരമായിട്ട് ഭയങ്കരമായിട്ട് ഒരു അടുപ്പം തോന്നിയ രാജ്യമായി മാറി. അതായത് ഭയങ്കര ഇഷ്ടപ്പെട്ട് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട് എല്ലാം കൊണ്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട നാടായി മാറി ഈജിപ്ത്. അപ്പോൾ ഈജിപ്തിലേക്ക് ട്രിപ്പ് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യും, കോൺടാക്ട് നമ്പറും ഒരു ഇൻസ്റ്റാഗ്രാം പേജൊക്കെ കൊടുക്കും. നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇങ്ങോട്ട് ട്രിപ്പ് വരാം. അപ്പോൾ എല്ലാവരും ഈ കാര്യം മൈൻഡിൽ വെക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണെങ്കിൽ നമ്മൾ മൊയൽ മന്തി അല്ല മൊയൽ ബിരിയാണി ഇപ്പം ഇങ്ങോട്ട് വരും. അത് വന്നിട്ട് ബാക്കി നമ്മൾ കാണിച്ചു തരാം. എല്ലാരും ഉഷാറായിട്ടൊന്നും പിടിച്ചേ. കുറച്ചുകൂടി ആവുന്നില്ലേ? ഇതിങ്ങനെയുണ്ട്. ഇത് ആടുന്നൊരു സാധനം വരില്ല. കൈയൊക്കെ വിറയ്ക്കുന്നത് സീനാക്കി തരും. ഒരു മിനിറ്റ്. റെഡി 1 2 3. ആടെ പിടിക്കണ്ട. ഇലക്ട്രിക്കൽ ഇമ്പൾസ് വയ്യാൻ നമ്മൾ ഓരോ ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഇലക്ട്രിക്കൽ ഇമ്പൾസ് വെച്ചിട്ട് നമുക്ക് ബാസിൽക്കാന്റെ ഫോൺ ഇട്ടിട്ടുണ്ട്. നമുക്ക് കാണിച്ചാലോ ബാസിൽക്കാന്ന് ചെയ്യുന്നത്. അവിടെ പാടാ 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 ഒരു ബാസിൽക്കാൻ ഇരിക്കാനാണ്. കണ്ണു
ഫുഡ് ആക്കാന്ന് പറഞ്ഞാല് ഇപ്പൊ കടന്നുറങ്ങുന്നുണ്ടെങ്കിലും ചെങ്ങൈ പറഞ്ഞ പോലെ തന്നെ 10 മണിക്ക് കടക്കുമെന്ന് പറഞ്ഞ് കിടക്കുകയും ചെയ്തു. ഇതാ കണ്ടോ കണ്ണൊക്കെ തുറക്കുന്നത്. പക്ഷെ എന്നാലും തർക്കത്തിലാണ് ബിരിയാണിയിലേക്ക് പോകുന്നത്. ഓക്കെ ഗൈസ് കം ഓൺ. നമ്മളങ്ങനെ ഡിസ്റ്റർബ് ആകുന്നില്ല, നമ്മൾ ഡിസ്റ്റർബ് ആകുന്നില്ല. ബിരിയാണി വാങ്ങിച്ചില്ല. കം ഓൺ ഗൈസ്. നമുക്ക് ഇത് നമ്മളെ ഹോമാണ്, വലിയ വീടാണ്. നമ്മളെ ഡ്യൂപ്ലിക്കേറ്റ് സോറി സെയിം ജേഴ്സി ഇട്ട മുയിസ്ക്കാണ് ഫുള്ളും ബിരിയാണി. ഷെഫ് ഷെഫ് എന്താണ് പറയാനുള്ളത് ഫുഡിനെ പറ്റിയിട്ട്? പറയാനിപ്പോ ഒന്നുമില്ല, എങ്ങനെയെങ്കിലും നായി കിട്ടാണെന്നുള്ള പുറത്തിട്ടാ പോരെ? മാറ്റിണ്ട്, കുറച്ച് മസാല മാറ്റിണ്ട്. ഇനി നമുക്ക് ക്ലാസ്സിൽ തിരിച്ചിട്ട് കാണാം. ഓക്കെ ബൈ. അപ്പൊ ഗൈസ് നമ്മ ഫുഡ് റെഡി ആയി. ഫാസിൽഖാനെ വിളിക്കാം. ഹലോ ചിക്കടു. രണ്ട് ഏട്ടനെ പോലെ തന്നെ ഉണ്ട്. ഐശ്വര്യമായി ഇതപടി മേലവിടെ കിടക്കുന്നുണ്ട്. കമോൺ കമോൺ, നമുക്ക് ഇനി ബിരിയാണി അൺബോക്സ് ചെയ്യാം. ഓ മുണ്ട് മടക്കി ബാസിൽക്ക മീശ വിരിച്ച്. അപ്പൊ നമ്മളിതാ മൊയല് റെഡി ആക്കണേ. തുറക്കുന്നേ. ഓ ഇത് നമ്മള് ചോറല്ലേ? മൊയല് കാണാൻ നിന്ന ആളുകളൊക്കെ അടിയിലുണ്ട്. അപ്പൊ നമ്മള് തട്ടിയിട്ട് കാണിച്ചു തരാം. എടുക്ക് സംഭവം. Let's go, let's go. യോഗട്ട് വാങ്ങിയോ? തൈര് അധികം മേടിച്ചിക്കണ്. തട്ടി കൊടുത്തേ. ഒന്നുകൂടി അത് വലിച്ചു. അങ്ങോട്ട് കൊടേ നേരെ തിരിച്ചൊരൊറ്റ മൊയലടിച്ചാറട്ടെ. ബിസ്മില്ലാ. ഓ സാധനം കിട്ടോ? ചെറിയ മസാല ഒറ്റക്ക് ചാടണോ? നിങ്ങളെടുത്ത മൊയിലായി നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ ഗായ്സ് നമ്മളിതാ മൊയൽ ബിരിയാണി റെഡിയായി. നമ്മളെല്ലാവരും ഇത് അതിന് ചുറ്റി ഇരുന്നിക്കണ്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. എടാ ഒന്ന് കഴിച്ചാണേ ആരെങ്കിലും കുറച്ച് ഓരോ ഉരുള തൊള്ളിലേക്ക്.
കാലെടുത്താ മതി. ഒതന്റിക്. മുയലിനെ പുറത്തേക്ക് കാണാനുള്ള ചൊറുക്ക് പോലെ തന്നെ എടുത്ത് തിന്നാനും ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഇതാ എല്ലാവരും തിന്നലും തുടങ്ങി. എടാ എങ്ങനെയുണ്ടാ? സെറ്റല്ലേ? അടിപൊളിയല്ലേ? തിന്നാതെ കേൾക്കണം. മണം പിടിച്ചാണ്ട് കിടിലം പറയണേ. നേരത്തെ നിൽക്കണോ? ആയിക്കോട്ടെ, ഞാൻ ഉറങ്ങിയ ഗ്യാപ്പിൽ നിങ്ങൾ നിൽക്കണല്ലേ? എന്നായിക്കോട്ടെ. അപ്പൊ നമ്മളെ വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു ഗൈസ്.